എൻ ശ്രീകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീകുമാർ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്നലെ വന്നതിന് ശേഷം സംസ്ഥാനത്ത് 40 ദിവസം പ്രചരണത്തിന് സമയം കിട്ടുകയാണ്. സെക്കൻഡ് ഷെഡ്യൂള് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ 40 ദിവസത്തോളം സമയമുണ്ട്. ഒരുപക്ഷെ ഒരു മാസ കാലയളവ് വരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്ര 10 ദിവസം അധികം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരേ സമയം ആശ്വാസവും വെല്ലുവിളിയും നിറയുന്ന കാര്യമാണ്. രണ്ട് തരത്തിലുള്ള വെല്ലുവിളിയുണ്ട്. ഒന്ന്, ഈ പ്രചരണത്തിൻ്റെ ടെമ്പോ ഇത്രയും ദിവസം ഒരേപടി നിലനിർത്തുക എന്നത് വെല്ലുവിളിയാണ്. രണ്ട്, അതിന് വരുന്ന സാമ്പത്തിക ചെലവ്, കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ കൂടുതൽ തയ്യാറെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാഹചര്യവും ഈ സമയം നീട്ടിക്കിട്ടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ സമയപരിധി അല്പം കേരളത്തിൽ കൂടുതൽ കിട്ടുമ്പോൾ അത് എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത്? സമയപരിധി എപ്പോഴും മുന്നണികളെ വലയ്ക്കുന്നൊരു പ്രശ്നം തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി മാത്രം ഓടിയാൽ പോരാ, പ്രവർത്തകർ വേണം. അപ്പൊ അവരുടെ വ്യക്തിപരമായ ഓരോരോ ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു 10-20 ദിവസമൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പാർലമെന്റ് ആണെങ്കിൽ അത് നടന്ന് പ്രചരണം വേണ്ട, അത് കഴിയുന്നത് വണ്ടിയിലൊക്കെയാണ് പോകുന്നത്. 7 അസംബ്ലി മണ്ഡലങ്ങൾ ചേർന്നായതുകൊണ്ട് അപ്പൊ ഒരു കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാൽ അതിനിടയ്ക്ക് ഒരുപാട് ഉത്സവങ്ങൾ വരുന്നുണ്ട്. വിവിധ മതവിഭാഗങ്ങളുടെ ഉത്സവങ്ങളുണ്ട്, ക്ഷേത്രോത്സവങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരുപാട് അവധി കിട്ടും. അപ്പൊ ആ അവധിയൊക്കെ കണക്കാക്കുമ്പോൾ ഈ ഒരു 10 ദിവസം ഒക്കെ അങ്ങനെ പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഓരോ രാഷ്ട്രീയ കക്ഷിക്ക് ഇപ്പൊ പഴയ പോലൊന്നും അല്ലല്ലോ. ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മറ്റേത് നേരിട്ട് നടന്നും വീട്ടിൽ നോട്ടീസ് കൊടുക്കലൊക്കെയാണ്. ഇപ്പൊ അതൊന്നും അല്ല, ഒരുപാട് സംവിധാനങ്ങൾ ഉള്ളത്. പക്ഷേ ഇതിന് വേണ്ടിവരുന്ന പണച്ചെലവ് മറികടക്കാൻ കഴിയുമോ? അതൊരു വലിയ വെല്ലുവിളി തന്നെയല്ലേ? പണച്ചെലവ് ഈ ദിവസവും താങ്ങേണ്ടി വരും. അല്ല, പണച്ചെലവ് ദിവസം കൂടുന്നുണ്ട്, പണച്ചെലവ് കൂടുന്നില്ല. അത് പണച്ചെലവ് എന്ന് പറഞ്ഞത് മറ്റേ പ്രചരണ സാമഗ്രികളിലേക്കൊക്കെ ഒറ്റ തവണയല്ലേ വേണ്ടു. പിന്നുള്ള മറ്റുള്ളതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷെ കുഴപ്പം എന്താന്ന് വെച്ചാല് ഈ കുറച്ച് ബുദ്ധിമുട്ട് വരും എല്ലാവർക്കും. മറ്റേ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റൂല. കാരണം എല്ലാ സ്ഥലത്തും ഞാൻ ഒരു സ്ഥാനാർത്ഥി ഓടിയെത്തുന്നിടത്ത് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് എത്ര ദിവസം ഓടിയെത്താൻ പറ്റും, ഇങ്ങനെ ഒരുപാട് മാനസികമായ ചിന്തകളൊക്കെ വരും. അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. ശ്രീകുമാർ, ഈ സംസ്ഥാനത്തെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ നരേന്ദ്രമോദി ഇപ്പോൾ തന്നെ അടുത്ത 2 ദിവസങ്ങളായി എത്തുന്നു. പത്തനംതിട്ടയിൽ വന്നതിന് തുടർച്ചയായി അദ്ദേഹം നാളെ കഴിഞ്ഞ് പാലക്കാട് വരികയാണ്. ഇനിയും നരേന്ദ്രമോദി അടക്കമുള്ള BJPയുടെ ദേശീയ നേതാക്കൾ കേരളത്തിൽ വന്നു പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് BJP ഒരു ലക്ഷ്യം വെക്കുന്നുണ്ടാവും. പക്ഷേ LDFിൻ്റെയും UDFിൻ്റെയും ചിത്രം നോക്കൂ. അവർ 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി ഏറ്റെടുത്തിരിക്കുന്നത് പൗരത്വ ഭേദഗതിയും മറ്റൊന്ന് ഇലക്ട്രൽ ബോണ്ടുമാണ്. ഇലക്ട്രൽ ബോണ്ട് എന്നത് അതിൽ BJP അഴിമതി കാട്ടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ടിൽ പണം നിക്ഷേപിച്ച കമ്പനികൾക്ക് വിട്ടുവീഴ്ച നൽകി എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാവും ഒരുപക്ഷെ അതൊക്കെ ചർച്ചയാക്കുക. അങ്ങനെ 2 ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗം ഇപ്പോൾ കേന്ദ്രീകരിപ്പിക്കുന്നു എന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ നിരീക്ഷിക്കാനാവുന്നുണ്ടോ? അല്ല, അങ്ങനെയില്ല. കാരണം ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായ സംഭവവികാസങ്ങളായതുകൊണ്ട് ചർച്ച ചെയ്യുന്നുള്ളതാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ മുഖ്യ ചർച്ച ഗവൺമെന്റിനെതിരായ വികാരം തന്നെയാണ്, കേരള ഗവൺമെന്റിനെതിരായ. കാരണം ഇവിടെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയല്ലേ. ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ 1290 കോടി രൂപ പെട്ടെന്ന് അനുവദിച്ചു. അപ്പൊ ഇത്രയും കാലം കോടി രൂപ എവിടെയായിരുന്നു? അപ്പൊ ഇതൊക്കെ കേരളത്തിൽ ഈ ഇടതുമുന്നണി ഇപ്പോഴും എനിക്ക് തോന്നുന്ന മാർക്സിസ്റ്റ് പാർട്ടി 1960കളിലെ രാഷ്ട്രീയ തന്ത്രം ഇപ്പോഴും പയറ്റുണ്ടെന്ന് തോന്നുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. ഇതൊക്കെ ഈ ജനങ്ങൾ ഇത്ര ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർലമെന്റിലേക്ക് പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ദേശീയ രാഷ്ട്രീയവും ഇവിടെ മാറ്റുരയ്ക്കപ്പെടുക നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രകടനവുമാണ് പ്രാഥമികമായി ചിന്തിക്കുമ്പോൾ. പക്ഷേ കേരളത്തിലെ UDF അതിനേക്കാൾ പ്രാമുഖ്യം നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രകടനവും ഇവിടുത്തെ വിവാദങ്ങൾക്കുമാണോ? അങ്ങനെയാണോ കരുതുന്നത്? അതായത് 2 കാര്യമുണ്ട്. ഒന്ന്, ഇവിടെ LDFും UDFും തമ്മിലാണ് മുഖ്യ മത്സരം. അപ്പൊ അതില് BJP ഇവിടെ ഒരു 3ാം ത്രികോണ മത്സരത്തിനൊരു സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ അവർ ഇതുവരെ ജയിച്ചിട്ടുമില്ല. മാത്രമല്ല അവർക്ക് ആ ഇരു മുന്നണികളോടെ ശക്തി അവർക്ക് ഇപ്പൊ ഇല്ല, ഇതുവരെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ BJP ശക്തിയല്ലാത്തടത്തോളം കാലം കോൺഗ്രസിന്റെ ആശയപരമായ രാഷ്ട്രീയ ശത്രുവാണ് BJP ദേശീയ തലത്തില്. നേരെ മറിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ശത്രു CPM-ഉം LDF-ഉം ആണ്. തെരഞ്ഞെടുപ്പ് ശത്രു എന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ ഭരണത്തിലിരുന്നത് 2 മുന്നണികളാണ്. അതുകൊണ്ടൊരു മുന്നണിയും മറ്റേ മുന്നണിയും തമ്മിൽ ഭരണപരമായ ഒരു തർക്കം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ തർക്കമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ ദേശീയ തലത്തിൽ LDF-ഉം BJP-ക്കെതിരാണ്, UDF-ഉം എതിരാണ്. കേരളത്തിലാണെങ്കിലോ BJP-യും LDF-ഉം കോൺഗ്രസിനെതിരാണ്. അപ്പൊ ഇവിടെ കോൺഗ്രസിന് തീർച്ചയായിട്ടും LDF-നെതിരെയാണ്. അവരുടെ തെരഞ്ഞെടുപ്പിന്റെ കുന്തമുന അവർക്ക് നേരെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരമാണ് ഏറ്റവും അത്യാവശ്യം.
അത് നിങ്ങൾ നോക്കൂ. ഈ നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ അവസ്ഥകൾ നോക്കൂ. റേഷന്റെ കാര്യം തന്നെ നോക്കൂ. ഏറ്റവും അവസാനത്തെ റേഷന്റെ കാര്യം തന്നെ നോക്കൂ. അതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ആരോഗ്യ കാര്യത്തെ, ആശുപത്രിയിലത്തെ കാര്യങ്ങളാണെങ്കിലും, പെൻഷൻ, ശമ്പളം, അതുപോലെ തൊഴില്, PSC നിയമനങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്. ജനങ്ങളെ യുവാക്കൾ മൊത്തം നിരാശരാണ്, വിദ്യാർത്ഥികൾ മൊത്തം നിരാശരാണ്. അപ്പൊ ഈ 18 വയസ്സ് കഴിഞ്ഞവരൊക്കെ എന്താ ചിന്തിക്കുക? അവരവരുടെ ഭാവിയെ കുറിച്ചല്ലേ ചിന്തിക്കുക. നേരെ മറിച്ച് അവിടെ പൗരത്വ നിയമ ഭേദഗതി അവരുടെ മുമ്പിൽ രണ്ടാമതേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ രാഷ്ട്രീയം അവരുടെ മുമ്പിൽ രണ്ടാമതേ വരുന്നുള്ളൂ. പ്രാഥമികമായിട്ട് എന്താണ് ഒരു വീട്ടമ്മ ആദ്യം ആഗ്രഹിക്കുന്നത്? എന്താണ് ഒരു വീട്ടമ്മ ആദ്യം? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം ശ്രീകുമാർ, പറഞ്ഞോളൂ താങ്കൾ. ഒരു വീട്ടമ്മ ആദ്യം ആഗ്രഹിക്കുന്നത് എന്താണ്? അവരുടെ ദൈനംദിന ജീവിതം കരുപ്പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പെട്ടെന്ന് ഗ്യാസിന് 100 രൂപ കുറച്ചതൊക്കെ. അതുകൊണ്ടാണ് ഇപ്പൊ 1290 രൂപ കർഷക പെൻഷൻ, 4 മാസത്തെ പെൻഷൻ, 4 തവണത്തെ പെൻഷനാണ് ഇപ്പൊ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ശേഷമുള്ള പെൻഷൻ എവിടെയാ? അതിനെക്കുറിച്ച് യാതൊരു ഇതുമില്ല. അപ്പൊ തൽക്കാലത്തേക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള സൂത്രപ്പണി. ഇതൊക്കെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് കേരള ഗവൺമെന്റിന് എതിരാന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ചോദിച്ച പ്രധാനമന്ത്രിയുടെ വരവ്. പ്രധാനമന്ത്രി ഇപ്പൊ BJP നോക്കൂ, 400 സീറ്റ് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഭയമുണ്ട് കോൺഗ്രസിനെ. അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്തിനാണ് ഇപ്പൊ 3 തവണ കേരളത്തിൽ ഇപ്പൊ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ അദ്ദേഹം ഇന്നലെ കർണാടകത്തിലാണ്. അദ്ദേഹം കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് എവിടുന്നാണ്? മല്ലികാർജുന ഖാർഗെയുടെ സ്ഥലത്തു നിന്നാണ്, കോൺഗ്രസിന്റെ അധ്യക്ഷൻ. അപ്പൊ എന്തിനാണ് BJPയുടെ ഭയം? നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ ആ ഭയം, നമ്മൾ അറിയാത്തൊരു ഭയം അവർക്കുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരുപാട് BJP കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് അവർക്കൊരു ഗ്ലാമർ പൊളിറ്റിക്സ് കളിക്കാൻ പറ്റും. കാരണം അവർക്ക് സാമ്പത്തികമായ ഒരു മെച്ചமான ഭരണമുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ മറിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് അത്രയും പറ്റിയെന്ന് വരില്ല. പക്ഷേ BJP എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ തന്നെ അവർക്ക് 2 സീറ്റ് ലഭിക്കുമെന്നാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള സർവേ പറയുന്നത്. 2 സീറ്റ് ലഭിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യാശ നിലനിൽക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം, താങ്കൾ എങ്ങനെയാണ് കരുതുന്നത്? ഇത്തവണ BJP കേരളത്തിൽ പിടിക്കുന്ന വോട്ട് ശതമാനത്തിൽ വർധനമുണ്ടാക്കിയാൽ അത് നഷ്ടമുണ്ടാക്കുക ഇടതുമുന്നണിക്കോ UDF-നോ? താങ്കൾ എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, BJPക്ക് ഇത്തവണ വോട്ട് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഞാൻ കാണുന്നില്ല. കാരണം അവർക്ക് അനുകൂലമായ സാഹചര്യം ഇല്ല. 2019 അനുകൂലമായ സാഹചര്യവും ഉണ്ടായിരുന്നത് ശബരിമലയും അതുപോലെ വിശ്വാസ പ്രശ്നങ്ങളുമായിരുന്നു. ഇത്തവണ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയാവുന്നത് ഒന്നുമില്ല. അവർ കേന്ദ്രം ഭരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മോദിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ. മറിച്ച് കേരളത്തിലെ അതല്ലല്ലോ അവസ്ഥ. കേരളത്തിലെ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയല്ലേ. ഞാനതാണ് LDF എന്ന് പറയുന്നത്. ഇത് നമ്മളെ ശ്രീകുമാർ, താങ്കൾ ഒന്ന് തുടരുക.